ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ഏക മുസ്ലിം കുടുംബമായിരുന്നു അവളുടേത്. പക്ഷേ അവിടെ ഉള്ളവർക്കൊക്കെയും അവരോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. അവളുടെ ബാപ്പ അവിടെ തന്നെയുള്ള ഒരു നാട്ടുപ്രമാണിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. ബ്രാഹ്മൺസിന്റെ ഇടയിൽ മുസ്ലിമായ കുടുംബത്തെ അവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നായിരുന്നു പ്രശ്നം. അതിന് കാരണം അവളുടെ അന്ധവിശ്വാസം തന്നെയായിരുന്നു. പക്ഷേ മഹസൂമ, അവൾക്കിത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. കാരണം അവൾ ഇത്രയും നാൾ കോളേജിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ബസ് കയറി കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ വേണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. എന്താ ഇത്? ഇതാണ് തെയ്യം. അവരുടെ ഒരു ആചാരമാണ്. എന്തിനു വേണ്ടി എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ എന്തോ ഒരു ഐതിഹ്യം ഇതിന്റെ പിന്നിലുണ്ട്. കാരണവരെ, പോവാൻ വരട്ടെ. നിങ്ങൾക്കറിയാം ഇത് ഞാനിവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളത്. എന്നിട്ടും താൻ... മോനെ സൂര്യ, ഇത് ക്ഷേത്രത്തിലൊരു ആചാരമാണ്. താഴ്ന്ന ജാതിക്കാരി അമ്പലത്തിൽ കയറ്റിയതോ അതോ ഇവിടുത്തെ കുളത്തിൽ നിന്ന് അവർ കുറച്ച് വെള്ളമെടുത്തതിനാണോ താൻ ഇവരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതച്ചത്? ഇതൊക്കെ പണ്ടുള്ള സമ്പ്രദായമായിരുന്നു. പക്ഷെ നമ്മുടെ ഗ്രാമത്തിൽ മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു ആചാരം പിടിച്ച് നടക്കുന്നത്. അവനാണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുന്നത്. ഹീസ് എ സയന്റിഫിക് റിസർച്ചർ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ പലതും അവന് ഇഷ്ടമല്ല. അവൻ പറയുന്നത് ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്നാ. നിനക്കെന്താ എന്നെ പറ്റി അറിയേണ്ടത്? എനിക്കോ? എനിക്കെന്തിനാ നിങ്ങളെ പറ്റി അറിഞ്ഞിട്ട്? നീ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്റെ അടുത്ത് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. പറ, നിനക്ക് എന്താ എന്നെ കുറിച്ച് അറിയേണ്ടത്? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? അതെ. നീ ആരാ? ഞാൻ ആരേലും ആയിക്കോട്ടെ, പക്ഷെ നീയല്ലേ കാളിദാസിനെ കൊന്നത്? കാളിദാസ്? അതെ, കാളിദാസ് തന്നെ. ഒരു വർഷം മുൻപ് പോലീസ് കേസ് അന്വേഷിച്ച് അവസാനം ഡെഡ് എൻഡിലെത്തിയ അതേ കേസ് തന്നെ. നീ ആരാ? പറ, ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാന്ന്? ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ? Yeah, I want to know that. Who are you? I am General Inspector Mozuma of Tamil Nadu. കാളിദാസ് എന്ന പോറ്റി അന്ന് വൈകിട്ടും നിന്റെ അടുത്ത് വഴക്കിട്ടിരുന്നു. അന്ന് തന്നെയാണ് അയാളുടെ മരണവും. അതും സർജിക്കൽ നൈഫ് വെച്ച് പ്രിസൈസ് ആയ ഒരു കൊലപാതകം. മുന്നേ നിന്നിരുന്ന ക്ഷേത്രത്തിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ടത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് അയാളുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണവും. സൂര്യ,
നിനക്കെതിരെയാണ് എല്ലാ തെളിവുകളും. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. മാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാനല്ല അത് ചെയ്തത്. ഓക്കെ ഫൈൻ. പിന്നെ ആരാ? നിനക്ക് മാത്രമാണ് അവിടെ കാളിദാസ് എന്ന പോറ്റിയോട് ദേഷ്യമുണ്ടായിരുന്നത്. അയാളാണ് അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. സത്യങ്ങൾ എത്ര മറച്ചു വെക്കാൻ നോക്കിയാലും അതൊരിക്കലും എന്നേക്കുമായി മൂടപ്പെടില്ല സൂര്യ. മതിയാവുന്ന തെളിവുകൾ കിട്ടുന്നിടം വരെ നീ തന്നെയായിരിക്കും ഞങ്ങളുടെ കണ്ണിലെ കൊലയാളി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാം. പിന്നെ അയാൾ ചാവേണ്ടവൻ തന്നെയാ. ഇവിടെയുള്ള ഓരോ മനുഷ്യരും ജാതി നോക്കി മാത്രമായിരുന്നു അയാൾ സ്നേഹിച്ചിരുന്നത്. അതിൽ നിന്റെ കൂട്ടുകാരനും ഉൾപ്പെടും അല്ലേ സൂര്യ? അതെ, അവനൊരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു. അതിനിപ്പോ എന്താ? ആയിരുന്നു. അത് കഴിഞ്ഞു പോയ സമയത്താണല്ലോ സൂര്യ സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ഹി ഈസ് നോ മോർ. ഐ ആം റൈറ്റ് മിസ്റ്റർ സൂര്യജിത്ത് ശ്രേയസ് വർമ്മ? അതെ, അവനിപ്പോ ജീവനോടെ ഇല്ല. കാരണം എന്താന്ന് എനിക്ക് അറിയില്ല. അവൻ ആരാ ഇല്ലാതാക്കിയതൊന്നും എനിക്ക് അറിയില്ല. നീ ആരാ? ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിനക്ക് അറിയായിരിക്കും. അത്ര പെട്ടെന്നൊന്നും എന്നെ മറക്കാൻ പറ്റില്ലല്ലോ മിസ്റ്റർ അലോഷി ദേവസ്യ. ഹലോ ഹലോ മാം, ഇവിടെ ഒരു മർഡർ നടന്നിട്ടുണ്ട്. മാഡം ഒന്ന് വേഗം വരണം. വാട്ട്? യാ ഓക്കെ, ഐ ആം കമ്മിങ്. ജസ്റ്റിൻ, സൂര്യ, എവറിത്തിങ് ഈസ് ഓക്കെ. ഇനി നീ കളത്തിലിറങ്ങിയാൽ മാത്രം മതി. അത് തന്നെയാ എനിക്കും വേണ്ടത്. ഇപ്പൊ തന്നെ പോവാൻ വരട്ടെ. അവിടെ അവളുണ്ട്, പുതിയ ഇൻസ്പെക്ടർ മസൂമ. അവൾ എന്റെ അടുത്ത് വന്നിരുന്നു. കാളിദാസിനെ കൊന്നത് ഞാനാണെന്ന് ചോദിച്ചു. വാട്ട്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. മാഡം, എനിക്കൊരു ഡൗട്ട്. അതായത് ഈ കൊലയും കാളിദാസിന്റെ കൊലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, കാളിദാസിനെ കൊന്ന റീസൺ കൊണ്ട് തന്നെയാണെങ്കിലോ ഇയാളെയും ആ കൊലയാളി കൊന്നത്? പക്ഷെ കാളിദാസ് ഒരു അമ്പലപ്പോറ്റിയും അലോഷി ഒരു ബിസിനസ്മാനും അല്ലേ? പക്ഷെ മാം, കാളിദാസിന് ഈ പറഞ്ഞ ബിസിനസ് ആദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കാളിദാസിനെ കൊന്ന ആളല്ല അലോഷിയെ കൊന്നത്. കാരണം അലോഷിയുടെ ശരീരത്തിൽ ഒരു ബലം പിടുത്തത്തിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. സോ അതെ മാം, കാളിദാസ് ആൻഡ് അലോഷി ആർ കിൽഡ് ബൈ ഡിഫറെന്റ് പേഴ്സൺസ്. സൂര്യ, വാ, അവനെ കിട്ടിയിട്ടുണ്ട്. അലക്സ്, സത്യം പറ, അന്ന് കാളിദാസിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല സൂര്യ. ഞാനല്ല അവനെ അവളെ കൊന്നത്. നീ ഇങ്ങ് മാറ സൂര്യ. ഇവനോട് ഇങ്ങനെ ചോദിച്ച ഇവൻ പറയില്ല. ജസ്റ്റ് വേണ്ട, അവനൊന്നും പറയില്ലടാ. അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ഡാ, ഇവന്റെ ബോധം പോയി. സൂര്യജിത്ത് ശ്രേയസ് വർമ്മ, യു ആർ അണ്ടർ അറസ്റ്റ്. സൂര്യ, നീ വിഷമിക്കേണ്ട. നിന്നെ ഞാൻ പുറത്തിറക്കും. നീ അനുഭവിക്കണം സൂര്യ. നീയല്ലേ എന്റെ ഇക്കായി ഇല്ലാതാക്കിയത്. അപ്പൊ നീ അനുഭവിക്കുക തന്നെ വേണം. മോളെ, അവൻ തന്നെയാണെന്ന് നിനക്ക് എന്താ എത്ര ഉറപ്പ്? കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഉപ്പ. മോളെ, അതെ ഉപ്പ. സൂര്യയുടെ പെങ്ങളെ ഇക്ക സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാ അവൻ അവന്റെ പെങ്ങളെ സഹിതം കൊന്നത്. അപ്പൊ കാളിദാസിനെ? അല്ല, അവനല്ല കാളിദാസിനെ കൊന്നത്. അപ്പൊ ഇതൊരു റിവെഞ്ച് ആയിരുന്നല്ലേ? അതെ ഉപ്പ. അവൻ ഇല്ലാണ്ടാക്കിയത് എന്റെ ഇക്കായാണ്.
സൂര്യ, ഞാനിന്ന് അവനെ കണ്ടു. ആരെ? ജസ്റ്റ് ലുക്ക് അറ്റ് ദ മിറർ സൂര്യ. ഹലോ. നീ വന്നോ? വാട്ട് ദ ഹെൽ? നീ എന്താ വിചാരിച്ച് ഞങ്ങൾ ഇതൊന്നും അറിയില്ലെന്നോ? എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഹം ജീവ മാത്യു. ദേ ഇവന്റെ റിയൽ സോൾമേറ്റ്. നമ്മൾ തമ്മിൽ എന്താ ഇത്ര സിമിലാരിറ്റി? നിന്റെ അപ്പന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മോനാടാ ഞാൻ. മറ്റുള്ളവർക്ക് പണി കൊടുക്കും പറഞ്ഞില്ലല്ലേ സ്വയം കുഴി തോണ്ടുവാണെന്നൊന്നും. വാട്ട് ദ കിടന്ന അലാറല്ലടാ. ഞങ്ങളെല്ലാം അറിഞ്ഞു. നീയാണ് എല്ലാത്തിനും റീസൺ എന്നും അലക്സിനെ കൊന്നത് നീയാണെന്നും. വേറെ എന്തും ഞാൻ സമ്മതിക്കും, പക്ഷെ അലക്സ്, അവനെ കൊന്നത് ഞാനല്ല. അപ്പൊ നീ സമ്മതിച്ചു നീയാണ് കാളിദാസിനെയും അലോഷിയും കൊന്നതെന്ന് അല്ലേ? നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട സൂര്യ. എന്റെ ഇക്കായെയും സ്വന്തം പെങ്ങളെയും കൊന്നുകളഞ്ഞ നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനല്ല എന്നുള്ളത് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു? നീയല്ല ചെയ്തതെന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാനത് നിന്നെ കാണിച്ച് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യം ഈ സൂര്യജിത്ത് ശ്രേയസ് വർമ്മയ്ക്കില്ല. സാർ, എന്തേലും വിവരം കിട്ടിയോ മൗസൂമയെ കുറിച്ച്? ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആനന്ദ്, പ്ലീസ്. ജീവ, നീ തുടങ്ങിക്കോ സൂര്യ. അതവൾ കൺമുന്നിൽ തന്നെ കാണണം. ആനന്ദ് അവിടെ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടി വേറൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ. അനു, സൂര്യയുടെ ബ്രദർ മരിച്ചിട്ടില്ല. ബ്രദറോ? ആ അതെ, ബ്രദർ തന്നെ. സത്യ? വാട്ട്? പക്ഷെ അവന്റെ സിസ്റ്ററുടെ പേരല്ലേ സത്യ? അതെ. അപ്പോ എങ്ങനെയാ കൂടപ്പറപ്പുകളുടെ പേര് ഒരുപോലെ വരുന്നത്? അനു, നിനക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. നീ ഈ പറയുന്ന സത്യയുടെ വെറും ഒരു വേഷമാണ് സത്യലക്ഷ്മി. വാട്ട്? അപ്പൊ നിന്റെ ബ്രദറും അവന്റെ ബ്രദറും തമ്മിലായിരുന്നോ? അതെ, അതാണ് ഒരു റീസൺ. പിന്നെ ജാതിയും മതവുമൊക്കെ പ്രശ്നമായി അവിടെ. അങ്ങനെയാണ് എന്റെ ബ്രദർ മരിച്ചത്. അല്ല, കൊന്നത്. ആര്? ജസ്റ്റിൻ മാത്യു, കാളിദാസ്, ക്രിസ്റ്റി. What the hell? അപ്പൊ അവരെ കൊന്നത് ആരാ? And who's the real killer? സൂര്യജിത്ത് ശ്രേയസ് വർമ്മ. ജീവ, പ്ലാൻ സക്സസ്. അതായിരുന്നല്ലോ നമുക്ക് വേണ്ടതും. അതെ, അവർ ചെയ്തതൊക്കെ തിരിച്ചു കൊടുത്തിരുന്നു ആ പരമേശ്വരൻ. ശരിക്കും മാലിക്കിനെ, മഹസൂമയുടെ സഹോദരനെ കൊന്നത് സൂര്യയാണ്. കാരണം അവൻ്റെ ഒരേ ഒരു പെങ്ങളായ സത്യയെ അവിടെ ഐതിഹ്യം അനുസരിച്ച് കാളിദാസിൻ്റെയും ക്രിസ്റ്റിയുടെയും ജസ്റ്റിൻ്റെയും സഹായത്തോടെ മാലിക്കാണ് അവളെ ബലി കൊടുത്തത്. ബലി കൊടുക്കാനുള്ള കാരണമായി മാലിക് എന്ന് പറഞ്ഞത്, അവളെ ബലി കൊടുത്താലേ ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവളെ ബലി കൊടുത്തത്. ഈ കാര്യങ്ങളൊന്നും മഹസൂമയോട് സൂര്യ പറയാതിരുന്നതും അറിയിക്കാതിരുന്നതും അവളുടെ ഹൃദയത്തിൽ സ്വന്തം സഹോദരൻ നല്ലവനായിരിക്കട്ടെ എന്ന തോന്നലുള്ളതുകൊണ്ടായിരുന്നു.